തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് അല്ലേ? ആ ഒരു കാര്യം എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഈ ഒരു വർഷം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്? ഈ വർഷം നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നു, എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഓർഡറായിട്ട് നമ്മൾ പഠിക്കുന്നു, അവസാനം ആകുന്ന സമയത്ത് നമ്മൾ കൂളായിട്ട് എക്സാം എഴുതുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്വപ്നം അല്ലേ സ്റ്റാർട്ടിങ്ങിൽ? പക്ഷേ അതേപോലെയൊക്കെയാണോ ഈ അവസാന നിമിഷത്തിൽ നടന്നത്? അല്ലാതെ നിങ്ങൾക്കും അറിയാം, മിസ്സിനും അറിയാം. കാരണം നമ്മുടെ അവസാനമായപ്പോൾ എക്സാമിന് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടെൻഷനാകുന്നു, നല്ലോണം ഉറക്കമൊന്നും ഇല്ലാതെ നമ്മൾ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നു. പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ടെൻഷനായിട്ട്, മാത്രമല്ല നമുക്ക് ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും പഠിച്ചതാണെങ്കിൽ കൂടി നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളായിരുന്നു അല്ലേ? അപ്പോൾ ലാസ്റ്റ് നമുക്ക് പഠിപ്പിനോടുള്ള ആ ഒരു ഇഷ്ടം തന്നെ ചിലപ്പോൾ നമുക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഇനി നമുക്ക് ഉണ്ടാവാതെ ശ്രദ്ധിക്കുകയാണ് നമ്മളിപ്പോൾ വേണ്ടതിൽ. അതായത് ഇപ്പം നമുക്ക് ഈ ഒരു വർഷം ഉണ്ടായ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പഠിക്കണം. അതിൽ നിന്നും ആ മിസ്റ്റേക്കുകളൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം അടുത്ത വർഷം നമ്മൾ പഠിക്കാനായിട്ട് അല്ലേ? അപ്പോൾ എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ലൈഫ് മൊത്തത്തിൽ നമുക്ക് നല്ല കളർഫുൾ ആകുകയുള്ളൂ. മാത്രമല്ല ഇപ്പം നിങ്ങൾ ഇനി മുതൽ കറക്റ്റായിട്ട് നല്ല ഓർഡറായിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം മാത്രമല്ല അതിനപ്പുറത്തും അതായത് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഫുള്ള് സെറ്റായിരിക്കും. ഒരു കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും അതിനുള്ള കുറച്ച് സൊല്യൂഷൻസ് ആണ് മിസ്സിന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പഠിക്കാനൊരു മൂഡില്ല എന്നുള്ളതാണ് അല്ലേ? അതായത് നമുക്ക് പഠിക്കണം തോന്നും, പക്ഷെ അങ്ങ് ഇരിക്കാൻ വയ്യ അല്ലേ? അതിന് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ സിനിമ കാണാനാണെങ്കിലും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ അങ്ങോട്ട് വരുന്നില്ല അല്ലേ? അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് നല്ല അടിപൊളി വീഡിയോസും പിന്നെ അതേപോലെ തന്നെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഫുള്ള് സെറ്റാക്കി തരും. അതും അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ കാണിച്ച് തന്നിട്ട് പഠിപ്പിച്ച് തരും. അതേപോലെ തന്നെ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. നിറയെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കാനായിട്ട് നമുക്ക് കുറച്ച് കോഡുകളൊക്കെ വേണം അല്ലേ? നമുക്ക് നല്ല രസകരമായിട്ടുള്ള കോഡുകളിലൂടെയൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോവില്ല. അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായിട്ട് നല്ല ഇൻട്രസ്റ്റോട് കൂടെ പഠിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇരുത്തി അടിപൊളിയായിട്ട് പഠിക്കുന്ന തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തുടങ്ങണം, ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ല അല്ലേ? നമുക്കറിയാം പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു പ്ലാനിങ് ഇല്ലാതെ എല്ലാതും നാളെ ആവട്ടെ എന്ന് വെച്ചിട്ട് അവസാനം ആകുമ്പോൾ എല്ലാം കൂടെ ഭയങ്കര ഒരു ഭാരമാകും. നമുക്കൊന്നും പഠിച്ചു കഴിഞ്ഞാൽ എത്തില്ല അല്ലേ? പഠിച്ച് തീരില്ല. പഠിക്കണമെന്ന് അവസാനമാകുമ്പോൾ ആഗ്രഹമൊക്കെ വരും, പക്ഷെ എന്തിരുന്നിട്ടും കാര്യമില്ല, അവസാനമാകുമ്പോൾ എത്തില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടൊരു പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ, അതായത് നമുക്ക് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ കുറേ നേരം ഇരുന്ന് പഠിക്കേണ്ട, ഓരോ ദിവസവും കുറേശ്ശെ ഒരു ടൈം എൻ്റെ കുട്ടികൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളിനി കഷ്ടപ്പെട്ട് ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കേണ്ട, നമ്മൾ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ പറഞ്ഞു തരും. ഓരോ ദിവസവും കംപ്ലീറ്റ് ഒരു ചാപ്റ്റർ ഒന്നും ആദ്യം തന്നെ പഠിക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും ഇത്ര മുതൽ ഇത്ര പോർഷൻ വരെ പഠിക്കും. അതായത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തരും. അതായത് നിങ്ങൾക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു വലിയ ചാപ്റ്റർ ഉണ്ടാവില്ലേ, ആ ഒരു വലിയ ചാപ്റ്ററിനെ നമ്മൾ ഇതേപോലെ സിമ്പിൾ കുട്ടി ടോപ്പിക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ടോപ്പിക്സ് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരും ഓരോ ദിവസം കുറച്ച് കുട്ടി ടോപ്പിക്സ്. അതും നിങ്ങൾക്ക് അത്ര എന്ത് ടഫായിട്ടുള്ള ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും എൻ്റെ കുട്ടികൾക്ക് വളരെയധികം സിമ്പിളായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് കോഴ്സൊക്കെ പറഞ്ഞ് ഏറ്റവും സിമ്പിളായിട്ടൊരു കഥ കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓരോ ദിവസവും നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടൈം ടേബിൾ തരും. ആദ്യം മുതൽ അവസാനം വരെ ഒരു കംപ്ലീറ്റ് സെറ്റ്, അതായത് നമ്മൾ ഒരു വർഷം മൊത്തമുള്ള പ്ലാനിങ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. കറക്റ്റായിട്ട് ഓർഡറായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ അവസാനമുള്ള ആ ഒരു ടെൻഷൻ അടിക്കലും പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിലെല്ലാം കൂടെ ഭാരമായിട്ട് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഉണ്ടാക്കൽ കുറച്ച് സീനാണ് മിസ്സേ. അതായത് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ക്ലാസ് കാണുന്നു, നോട്ട് എഴുതുന്നു, നോട്ട് ഉണ്ടാക്കുന്നു, അതിന് കുറേ സമയം പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ അധികം കുറേ സമയമൊന്നും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കളയണ്ട. നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കാണുമ്പോൾ അതിലുള്ള കീ പോയിന്റ്സുകൾ ഉണ്ടാവുമല്ലോ. അതായത് നമ്മളിപ്പോൾ ക്ലാസ് കാണുന്ന സമയം നമുക്ക് ലെക്ചർ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ജസ്റ്റ് ഒരു നോട്ട് എടുക്കുന്നു, നിങ്ങൾ റഫായിട്ട് ലെക്ചർ നോട്ടായിട്ട് ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കീ പോയിന്റുകൾ മാത്രം നിങ്ങൾ എഴുതിയെടുക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേദിവസമൊക്കെ നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും.
ആയിരിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് നോട്ട് വേണം അല്ലേ? അപ്പോൾ നോട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇരുന്ന് എഴുതി ഉണ്ടാക്കി കുറേ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. നോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എക്സാമിൻ്റെ ഫാമിലി തന്നെ നിങ്ങൾക്ക് തരും. അതായത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ നോട്ട് ഉണ്ടല്ലോ, അതായത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ടായിരിക്കും. അതിലെല്ലാ പോയിന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അത് എൻ്റെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ മുൻ വർഷങ്ങളിൽ പഠിച്ചു പോയാൽ നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. അതായത് അവർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ നോട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ആ നോട്ടുകൾ എൻ്റെ കുട്ടികൾക്ക് നല്ലോണം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഓക്കെ കുഴപ്പമില്ല, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. പക്ഷെ അത് മാത്രം പോരല്ലോ, നമുക്ക് എന്തും കൂടെ വേണം. അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് മറിച്ചും തിരിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? പലരും ഒരു പ്രോബ്ലമാണ്. കാരണം പഠിച്ചിട്ടുണ്ടാവും മിസ്സേ, ഞങ്ങൾ ആ ചാപ്റ്ററൊക്കെ പഠിച്ചതാണ്, പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണല്ലേ. അപ്പോൾ അതിനിപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് എന്തിപ്പോൾ ചെയ്യാൻ പറ്റുക? നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെയുള്ള എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻസും, അതായത് കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ആ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ റെഫർ ചെയ്യുക. അടിപൊളിയായിട്ട് ആ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ അതിനിപ്പോൾ കുറേ റെഫർ ചെയ്യണ്ടേ, കഷ്ടപ്പെടണ്ടേ എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട. എല്ലാ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും, അതായത് കുറേ നാളത്തെ കുറേ വർഷങ്ങൾ മുന്നേ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാതും എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെയായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്. അത് കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിന് എങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ് അല്ലേ. നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കും, പക്ഷെ എന്നിരുന്നാലും പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സാം അങ്ങ് നടത്തിയാൽ മതി. ഓരോ ചാപ്റ്റർ കഴിയുന്നു, അതിൻ്റെ എക്സാം നടത്തുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് അത് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനുശേഷം നമുക്ക് എക്സാം ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ പിന്നെ ഒരു ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് എൻ്റെ കുട്ടികൾക്ക് എക്സാം ഹാളിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ മിസ് ഇത്രയും നേരം നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രോബ്ലംസ് ആണ് മിസ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ള ചില ചെറിയ മിസ്റ്റേക്കുകളാണ്, നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചു പോകുന്ന മിസ്റ്റേക്കുകളാണ്. അപ്പോൾ ഈ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇനി പഠിച്ചെടുക്കണം. അടുത്ത വർഷമെങ്കിലും കറക്റ്റായിട്ട് കൂളായിട്ട് എക്സാം ഹാളിൽ എക്സാം എഴുതാൻ പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആൽഫ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ബാച്ചിൽ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ ബാച്ചിലും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് എക്സാം ഒക്കെ എഴുതാനായിട്ട് പറ്റും. മാത്രമല്ല പഠിച്ച കാര്യങ്ങളൊന്നും ഒരിക്കലും മറന്നു പോകാതെ സൂപ്പർ ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കോഡുകൾ ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഒരു ചെറിയ നല്ല രസകരമായിട്ട് നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആൽഫ ബാച്ച്. അപ്പോൾ ആൽഫ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി അടുത്ത വർഷം ഇതേപോലെ ഒന്നല്ല, നമ്മൾ ഫുൾ അടിപൊളിയായിട്ട് പഠിക്കുന്നു, ഫുൾ സെറ്റായിട്ട് നല്ല മാർക്ക് തന്നെ വാങ്ങുന്നു.